സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ CK പ്രിൻസിൻ്റെ വളരെ ഹ്രസ്വമായ മനോഹരമായ പ്രസംഗം ശ്രീ അജിത് മുഴുവൻചേരലിൻ്റെ വളരെ മനോഹരവും വളരെ ദീപ്തവും വൈക്കത്തിനെ കുറിച്ചുള്ള വളരെ പ്രധാന വിവരങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള പുറം നാട്ടുകാർക്ക് അറിയിച്ച ഈ പ്രസംഗത്തിന് ശേഷം എന്താണ് ഉദ്ഘാടന ഭാഷണമായിട്ട് വേണ്ടത് എന്ന് എനിക്ക് അറിയും. ആദ്യമേ തന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സംരംഭം ഏതാണ്ട് ദിവസത്തോളമായി നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉദ്യമം സ്ഥലം, സംഗീതം, സ്മരണ ഇങ്ങനെ 3 കാര്യത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വൈക്കം എന്ന ഒരു സ്ഥലത്തിൻ്റെ പുരാണം പ്രദേശമായി വളരെ മനോഹരമായിട്ട് നമ്മളത് കേട്ടു. ദക്ഷിണാമൂർത്തി എന്ന വ്യക്തിയുടെ സ്മരണ, ഒരു മഹത്വ പൂജ, പൂർവ്വസൂരികളെ ആദരിക്കുക, അവരെക്കുറിച്ച് ആലോചിക്കുക സമുദായത്തിൻ്റെ കടമയാണ്, നമ്മുടെ സമ്പ്രദായത്തിൻ്റെ കടമയാണ്. അതിൻ്റെ കൂടെ അതെല്ലാം ഒരു സംഗീത അർച്ചനയായി മാറ്റുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പ്രാഥമിക കല എന്ന സംഗീതം. ഇന്ന് വൈക്കത്ത് ആറാട്ടാണ്. ഇന്നലെ പ്രസിദ്ധമായ അഷ്ടമി കഴിഞ്ഞു. വൈക്കത്തപ്പൻ്റെയും ദേനാപുരത്തപ്പൻ്റെയും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഷഹാരിയായ ശരീരവിഷത്തിൻ്റെയും മനോവിഷത്തിൻ്റെയും ഹാരിയായ അന്നദാനപ്രഭുവായ വൈക്കത്തപ്പനെ അല്പനേരം ആലോചിക്കാൻ കൂടിയുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിനെ കാണുന്നത്. സ്ഥലം, സംഗീതം, സ്മരണ, ഇത് 3 കൂടി ചേരുമ്പോൾ ഒരു സാംസ്കാരിക സമന്വയം തന്നെ ഉണ്ടാവുകയാണ്. പങ്കെടുക്കുന്നവർ, ഇതിനെക്കുറിച്ച് കേൾക്കുന്നവർ, പ്രത്യേകിച്ച് കുട്ടികൾ, ഇവർക്കെല്ലാം ഒരറിവ്, സ്വത്വബോധം, നമ്മുടെ വേരുകളിലേക്കുള്ള തിരിച്ചുപോക്ക്, ഇതിനൊക്കെ പ്രകാരമുള്ള ഒരു സംരംഭം, ഉദ്യമം സഹായകരമാണ്. അവിടുത്തുകാർക്ക്, അതായത് വൈക്കത്തുകാർക്ക് ഇത് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അദ്ദേഹം അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഇവിടുത്തുകാർക്ക് ഇതൊരു പുതിയ അറിവ് നൽകുന്നതാണ്. വൈക്കത്തുകാരല്ലാത്ത ഞങ്ങളെ പോലുള്ളവർക്ക് എനിക്കും ഇത് വലിയ പല കാര്യങ്ങളും പുതിയ അറിവാണ്. കാരണം ഇതൊക്കെ കൊട്ടാരത്തച്ഛൻ കുഞ്ഞിയുടെ ഐതിഹ്യമാലയിലും കേരളത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരാൾ, വായിക്കുന്ന ഒരാൾ എന്ന ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവാം. പലതും പുതുതായിട്ടുള്ള അറിവുകളാണ്. ഇത് രണ്ടുമല്ലാത്തവർക്ക് ഇതൊരു ഓർമ്മയുടേതാണ്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മൈഗ്രൻസ്, ഇവിടെ നിന്ന് പ്രവാസികളായി വന്നിരിക്കുന്നവർക്ക് നാടിൻ്റെ എല്ലാ നാട്ടിലും കഥകളുണ്ട്, എല്ലാ നാടിനും ചെറിയ ചെറിയ ഐതിഹ്യങ്ങളുണ്ട്, എല്ലാ നാട്ടിലും പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരെ ആലോചിക്കുക, അവരെ ഓർമ്മിക്കുക എന്ന വളരെ മഹത്തായ ഒരു കർമ്മത്തിന് ഇത് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഒരു നീണ്ടു നിൽക്കുന്ന ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത, അത് സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ ഏറ്റവും ഹൃദയംഗമമായി ആത്മാർത്ഥമായി ശ്ലാഘിക്കുകയാണ്. അവരോട് എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇതെല്ലാം എല്ലാ ദിവസവും ഭജനയായും സംഗീതമായും ഉണ്ടാവുന്നു എന്നുള്ളത് അതിന് ഒരു ആനന്ദത്തിൻ്റെതായിട്ടുള്ളൊരു തലം കൂടി നൽകിയാണ്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം സാഹിത്യരസം സാക്ഷാത് ശങ്കരോ വേത്തിവാനവായെന്നാണല്ലോ. സംഗീതം എല്ലാവർക്കും വളരെ മനോഹരമായിട്ട്, വളരെ സുഖമായി മനസ്സിലാക്കാവുന്ന പ്രധാന കലകളിലെ ഏറ്റവും സുകുമാരമായിട്ടുള്ള കലയാണ്. യുദ്ധസംഗീതത്തിൻ്റെ മാസ്മരികത അല്ലെങ്കിൽ അതിൻ്റെ ഗുണം, എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള കഴിവ്, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 7 കലകളെന്നാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, കേട്ടിട്ടുള്ളത്. എത്രയും നമുക്ക് കൂട്ടാം. എത്രയും വ്യക്തികളുണ്ടോ അത്രയും കലാകാരന്മാരുണ്ട്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ മഹിളാ നാസ്തി യുവജനസ്തത്രമില്ല.
കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലും കല എല്ലാവരിലും സ്ഫുരിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായി പറയുന്നത് ദൃശ്യകലകൾ 3, പ്രകടന കലകൾ 3, സാഹിത്യം ഇങ്ങനെ 6 സംഗീതം, നൃത്തം, നാടകം അല്ലെങ്കിൽ വേദി, ഇതാണ് ദൃശ്യകലകൾ. ക്ഷമിക്കണം, പ്രകടന കലകൾ. ചിത്രമെഴുത്ത്, ശില്പം, വാസ്തുവിദ്യ, ഇത് ദൃശ്യകലകൾ. സാഹിത്യം ഇതിനെല്ലാം യോജിപ്പിക്കുന്നു. ഇതിനുശേഷം സാങ്കേതികത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഫോട്ടോഗ്രാഫി, ഫിലിം, ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, VXF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കലാ സമ്പ്രദായം വേറെയും ഉണ്ട് തന്നെ. ഈ ആദ്യത്തെ പ്രധാന കലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാന കാരണം ഇന്നത്തെ വിഷയവുമായി ബന്ധമുള്ളത് കൊണ്ട് മാത്രം അല്പം ആലോചിച്ചതാണ്. Every art aspires to the position of music. ഏറ്റവും മനോഹരമായ, ഏറ്റവും അധികം ആളുകൾ ആസ്വദിക്കാൻ സാധ്യതയുള്ള കല സംഗീതമാണെന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ സംഗീതത്തിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. സംഗീതത്തിനെ മറ്റുള്ളതിൽ നിന്ന് ക്ഷമിക്കണം ഡോക്ടർ ഓംചേരി പിള്ള മാഡം ഇന്ന് സ്റ്റേജിലുള്ള കാര്യം ആലോചിക്കാതെ ഉണ്ടാക്കി വെച്ച ചില ചിന്തകളാണ്. ഈസ് ഫ്രീ ടു ഡിബേറ്റ് ഓർ ഈവൻ ടു കറക്റ്റ് മീ. നൃത്തം അല്ലെങ്കിൽ ചിത്രമെഴുത്ത്, സാഹിത്യം, ഇതൊക്കെ ഒരു വ്യക്തിയുടെ കഴിവിനെ നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കുന്നതാണ്. നല്ലൊരു ചിത്രകാരൻ, ഭാവന വരയ്ക്കാനുള്ളത്. പാട്ട്, സംഗീതത്തിൽ ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഇതേപോലുള്ള സിനിമാ സംഗീതമാവും 3 ഇഴകൾ അതിലുണ്ട്, 3 പ്രത്യേക ഘടകങ്ങൾ: വരികൾ, ഈണങ്ങൾ, ഗായകർ. ഇതിൽ ഏതിനാണ് പ്രാധാന്യം, ഏതാണ് നമ്മളെ ആദ്യം തൊടുന്നത് എന്ന് സംഗീതത്തിനെ വളരെ വളരെ ശ്രദ്ധിച്ച് അതിനെ നോക്കിക്കാണുന്ന ഒരാൾ എപ്പോഴും ആലോചിക്കുന്നതാണ്. ഏത് സംഗീതത്തിലും ത്യാഗരാജ സ്വാമികളുടെ കൃതികളാവട്ടെ, അത് ചിട്ടപ്പെടുത്തിയ രാഗമാവട്ടെ, അത് പാടുന്ന വിധമാവട്ടെ, പലപ്പോഴും ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ തന്നെ രാഗം മാറ്റി പാടിയിട്ട് ധാരാളം കിട്ടും. കാമ്പോജിയുള്ള കൃതി താരമതിയിലും ആയിട്ട് പാടിയത്. ട്യൂൺ, ഈണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വരികൾക്കും അതേപോലെ പ്രാധാന്യമുണ്ട്, പാടുന്നതിനും. ഇത് ഏറ്റവും അധികം പ്രകടമായിട്ടുള്ളത് ഒരുപക്ഷെ ഈ സിനിമാ പാട്ടിലായിരിക്കാം. നല്ല പാട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുദാസ് പാടിയതുകൊണ്ടാണോ, അതിൻ്റെ ട്യൂൺ, ഈണം നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് കൊണ്ടാണോ, അതോ അതിൻ്റെ സാഹിത്യ ഭംഗി നമ്മളിൽ എത്തിയിട്ടുള്ളതാണോ? ആരെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. വയലാർ ദേവരാജൻ യേശുദാസ്, അല്ലെങ്കിൽ തമ്പി ദക്ഷിണാമൂർത്തി, പി ലീല, പി ഭാസ്കരൻ, ബാബുരാജ്, ആത്മാവട്ടെ ഗായകർ. ഇതിൽ ഗാനരചയിതാവാണോ നമ്മളിൽ ആദ്യം എത്തുന്നത്, പാട്ടുകാരനാണോ, സംഗീത സംവിധായകനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വരികളേക്കാൾ നമ്മുടെ മനസ്സിനെ ആദ്യം സ്വാധീനിച്ചിട്ടുള്ളത് ഈണമായിരിക്കാം. വരികളിലെ കുലീനത്വം, ഗഹനത, അർത്ഥപുഷ്ടി, ഭാവന, ഇതൊക്കെ വളരെ പ്രധാനമാണെങ്കിൽ തന്നെ ആദ്യം നമ്മളെ ഗാനത്തിലേക്ക് ആകർഷിക്കുന്നത് തീർച്ചയായും ഈണമാണ്. ശാസ്ത്രീയ സംഗീതത്തെ മലയാള സിനിമ ഗാനത്തിലേക്ക് ആവാഹിച്ച സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. ഉജ്ജുൽ മാഷെ ആവട്ടെ, ബാബുരാജിൻ്റെ ആവട്ടെ, വിദ്യാധര മാഷെ ആവട്ടെ, സ്വാമിയുടെ ആവട്ടെ, ഒക്കെ പ്രാധാന്യം അല്ലെങ്കിൽ സാങ്കത്യം ഒരുപക്ഷിതാവാം. സാധാരണക്കാരനെ സംഗീതത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് സ്വാമിയുടെ ചില പ്രസിദ്ധ ഗാനങ്ങളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ആലോചിക്കാം. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഭാസ്കര മാഷിന്റെ കൂടിയുള്ളൊരു 3-4 ഹർഷഭാഷ്പം കൂടി നീലാംബരിയിൽ മനോഹരമായിട്ടുള്ള ആനന്ദ ഭൈരവി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രാഗമായിരുന്നു. വടക്കിനി തളത്തിലെ വളർത്തുന്ന തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളൊക്കെ. ഇന്നലെ നീ ഒരു സുന്ദരമായ പേകട,
കാട്ടിലെ പാഴ്മുളം, കാമ്പോജി. ശ്രീ തമ്പിയുടെ കൂടെ മനസ്സിനുള്ളൊരു വിശ്വസന്ധ്യ, മനോഹരമായിട്ടുള്ള രാഗമാലിക, പൂർവി കല്യാണി, അരങ്കം, നീരഞ്ജനിയൊക്കെ. തമ്പി എന്നെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനം അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒന്നാണ് മന്ദഹാസം ബിന്ദു ഭൈരവിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വയലാറിൻ്റെ കൂടെ ആലോചിച്ചു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എന്നുള്ള ഒരൊറ്റ ഗാനം മതി സ്വാമിയെ ഇന്നത്തേക്കും നമുക്ക് മറക്കാതിരിക്കാൻ. മോഹനത്തിലുള്ള ചിത്രശിലാപാളികൾ, വലജിയിൽ ദേവി ശ്രീദേവി, മനോഹരമായിട്ടുള്ള ഗാനം. അടുത്ത കാലത്ത് ONV കുറിപ്പിൻ്റെ അവസാനം ഒക്കെ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഹംസനാദത്തിലുള്ള വാതിൽപ്പഴുതിലൂടെ. അദ്ദേഹത്തിൻ്റെ അത് ശുദ്ധഹാരംഗാണെന്ന് പറയുന്നുണ്ട്, മധുവന്തിയാണെന്ന് പറയുന്നുണ്ട്, ഹംസനാഥാണെന്ന് പറയുന്നുണ്ട്. മുഖാദി ഈശ്വർ മനുഷ്യനായി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം സംഗീതം സാധാരണക്കാരൻ ആസ്വദിക്കുന്നത് വരികളുടെ ഭംഗി കൊണ്ടാണോ, പാടുന്നതിൻ്റെ സുഖം കൊണ്ടാണോ, അതോ ഈണത്തിൻ്റെ സുഖം കൊണ്ടാണോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ്. മഹാനായിട്ടുള്ള ഈ സംഗീതജ്ഞനുമായി എനിക്ക് അല്പം വ്യക്തിബന്ധം അവകാശപ്പെടാം. വളരെ ധാരാളം അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളിൽ മൂത്ത മകള് വിജയാൻറ്റി, അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ശ്രീ ആനന്ദ് സ്വാമി എൻ്റെ അച്ഛൻ്റെ കൂടെ വളരെ ദീർഘകാലം കാര്യം ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തിക്കും വൈശാഖും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നും ഞാൻ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ചു. വൈക്കത്തപ്പൻ്റെ ഭക്തനായിട്ട് സ്വാമി കണ്ണൂരിലുള്ള രംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ എൻ്റെ എല്ലാ സമ്മാനങ്ങളും കൊടുത്ത് അവിടെ നല്ലൊരു ഒരു ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു കാഴ്ച ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടുള്ള സ്വാമി. കണ്ണൂർ ചരക്കയിലുമൊക്കെ എപ്പോഴും വരാറില്ല, നിങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ടായിട്ടുള്ള സ്വാമി. സ്വാമിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഭക്തിഗാനങ്ങളും. അതിനെക്കുറിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇനിയും ബന്ധം സംസാരിക്കാനുണ്ട്. ഈ നോട്ട് സ്പീക്കറെ കണ്ടു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഗാനത്തിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ഇതിനും സംസാരിക്കുമായിരിക്കാം. ഇന്നത്തെ സംഗീത നിശയിൽ അദ്ദേഹത്തിൻ്റെ ഈ സംഗീതത്തിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾക്കുള്ള ഒരു ട്രിബ്യൂട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും മാത്രം നിങ്ങളുമായി ചിന്ത പങ്കുവയ്ക്കാൻ ഈ ഇത്തരം ഒരു പരിപാടി നമ്മളിലേക്ക് ആവാഹിക്കുന്ന പലതരം വൈക്കത്തുകാരനല്ലാത്ത ഒരാൾ, എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ആലോചിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അല്പം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് പിന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷം വ്യക്തമാക്കിക്കൊണ്ട് എന്നെ കേട്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം.